ബിജു രമേശ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഈ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പും ഇതുവരെയും ഒന്നും മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. കോടതിയിൽ എത്തിയിട്ടില്ല പല അന്വേഷണങ്ങളുടെ റിപ്പോർട്ടുകൾ. നിരവധി മൈക്രോ ഫൈനാൻസ് ഉണ്ട്. ഈ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ തന്നെ 3% കിട്ടിയ പൈസ അതിൻ്റെ 30% പോലും ആൾക്കാർക്ക് കൊടുക്കാതെ ബോഗസായിട്ട് പേപ്പറുകൾ കെട്ടിച്ചമച്ച് പൈസ കൊടുത്തതായി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഒപ്പിട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആ സർട്ടിഫിക്കറ്റ് പിന്നോക്ക വികസന കോർപ്പറേഷന് കൊടുത്തതിൻ്റെ രേഖകൾ അടക്കം വിജിലൻസിൽ സമർപ്പിച്ചിട്ടും ആ കേസിൻ്റെ ഇതുവരെ അവൻ്റെ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ വളരെ വ്യക്തമാണ്, പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് നൽകേണ്ട സാമ്പത്തികമായി സെൻട്രൽ ഗവൺമെന്റ് നൽകിയ 3% നൽകിയത് കൊടുക്കാതെ 5 കോടി രൂപ മേടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 70 ലക്ഷം രൂപ മാത്രമേ ഒരു പ്രാവശ്യം ഗഡു കൊടുത്തിട്ടുള്ളൂ. ബാക്കി മുഴുവനും ഓരോ യൂണിയനുകൾക്ക് കൊടുത്തതായി യൂണിറ്റുകൾക്ക് കൊടുത്തതായി കാണിച്ചുകൊണ്ട് ബോഗസായി പേപ്പർ ഉണ്ടാക്കി ആ പേപ്പർ ഒപ്പിട്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്, ചെക്ക് മേടിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായി കാണിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഇതുപോലെ കിട്ടുന്ന സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഗവൺമെന്റ് നൽകുന്ന പൈസ ഒരുപാട് തട്ടിപ്പുണ്ട്. അഡ്മിഷനിൽ കക്കൂലുണ്ട്, നിയമനത്തിൽ കക്കൂലുണ്ട്. ഇതൊക്കെ അന്വേഷിക്കണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അന്വേഷണങ്ങളോട് എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് ശക്തമായ ഒരു നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇപ്പോൾ ഈ പറയുന്ന സന്തോഷ് ശാന്തി എന്ന് പറയുന്ന വ്യക്തി ഈ 11 പേരടങ്ങുന്നതാണ് SNDP യോഗത്തിന്റെ കൗൺസിലാണ് എല്ലാ കാര്യത്തിനും പരമാധികാരമായി തീരുമാനങ്ങൾ എടുത്തു പോകുന്നത്. ആ കൗൺസിലിൽ സെപ്റ്റംബർ വരെ ഇരുന്ന വ്യക്തി പല പ്രാവശ്യം വെള്ളാപ്പള്ളി നടേശന് നൽകിയ പരാതികൾ ഉൾപ്പെടെ അതിനകത്ത് നടക്കുന്ന അഴിമതികളെ കുറിച്ച് ജനറൽ സെക്രട്ടറി നൽകിയ പരാതികൾ ഉൾപ്പെടെ അദ്ദേഹം പോലീസിൽ നൽകിയ പരാതികൾ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും കോപ്പി അടക്കമാണ് കൊടുക്കുന്നത്. അദ്ദേഹം ഈ പറയപ്പെടുന്ന സന്തോഷ് ശാന്തി എന്ന് പറയുന്നത് ഇന്നും BDJS പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് എന്നുള്ളത് അതിനകത്ത് കൂടുതൽ ശ്രദ്ധേയമാണ്. അദ്ദേഹമാണ് ഈ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് നടക്കുന്ന അഴിമതികൾ പുറത്ത് നിൽക്കുന്ന ഒരാൾ പറയുന്നതല്ല, ഇതിനകത്ത് 11 പേരടങ്ങുന്ന കൗൺസിലിൽ അംഗമായിരിക്കുന്ന ആളാണ് ഈ പറഞ്ഞിരിക്കുന്ന പരാതി. ഇതിനെക്കുറിച്ചാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്നതും അതിൻ്റെ വിവരം മീഡിയകളിൽ അറിയിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശമായി സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ പുഷ്പാങ്കൻ സംസാരിക്കുന്നതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ബിജു രമേശ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയാണ്. അതിനു മുൻപ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്.